ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ അവസ്ഥയിലേക്ക് മുന്നേറുമ്പോൾ സ്വാഭാവികമായിട്ടും വഴിയോര കച്ചവടക്കാർ, ഒരുപക്ഷെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വഴിയോര കച്ചവടക്കാർ കൽപ്പാത്തി ഗ്രാമങ്ങളെ ആകെ തന്നെ ഇവിടെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല വ്യത്യസ്തമായ ഡിസൈനുകളുള്ള ഓരോ ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം വെച്ചാൽ 3 നാൾ നീണ്ടു നിൽക്കുന്ന രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 10,000 ഇവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല അന്യദേശങ്ങളിലെ ആളുകൾ വന്നിരിക്കുന്നു. ഒരുപാട് കാരണം വെച്ചാൽ വ്യത്യസ്തമായ മാലകളും അതുപോലെ തന്നെ വളകളും ഒക്കെ ഇത്തരം രുദ്രാക്ഷങ്ങളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ കാണുന്നത് പോലെ തന്നെ ഇത്തരം സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല പൊരി വിൽപ്പനക്കാർ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് വിൽപ്പനക്കാരാണ്, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടാച്ചു ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എവിടെയാണ്? എന്തായാലും വളരെ കൃത്യമായിട്ട് ഇവിടെ അതുപോലെ തന്നെ ഈ രഥോത്സവത്തിന് വരുമ്പോൾ എപ്പോഴും ഈ കോലുമിഠായിയാണ്. കാരണം വെച്ചാൽ ഇതൊരു പഴയ കുട്ടികൾക്കും ഒക്കെ തന്നെ ഇവിടെ എത്തുന്നവർക്ക് കോലുമിഠായിയാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത്തരം മിഠായികളും വാങ്ങി പൊരിയും വാങ്ങി രഥോത്സവത്തിന് പ്രത്യേകിച്ച് ഇതിലേക്ക് വരുമ്പോൾ ഇതിനെ വളരെ ആഹ്ലാദത്തോടു കൂടി അതുപോലെ തന്നെ പുതിയ അപ്പങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കുട്ടികൾക്ക് കൽപ്പാത്തി രഥോത്സവം കാണാൻ വരുന്ന കുട്ടികളെ വെച്ചിട്ടാണ് ഇത്തരം മിഠായികളൊക്കെ. ഇതൊരുപക്ഷെ കടകളിലൊന്നും കിട്ടില്ല. തേരുമിഠായിയാണ് ഇത്. സ്വാഭാവികമായിട്ടും ഇത് പൊരിയും കരിമ്പുമാണ് കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്നവരെ ഏറെ ആകർഷിക്കുന്നത്. അതൊരു ആചാര അനുഷ്ഠാനം പോലെ പൊരി വിൽപ്പനക്കാരും കരിമ്പ് വിൽപ്പനക്കാരും ഒക്കെ വളരെ പിന്നെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്നു. നമുക്ക് ചോദിക്കാം, എത്ര വർഷമായി? ഞാനിവിടെ വരാൻ തുടങ്ങി 10-29 വർഷമായി ഇവിടെ വരാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? പൊരി ഉണ്ടാക്കുന്നത്? പൊരി ഞങ്ങൾ കൊല്ലംകോട്ട് നിന്നാണ് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കേരളത്തിൽ പൊരി അധികം വർക്കലൊന്നുമില്ല, പണിക്കാരെ കിട്ടാൻ വഴിയില്ല, അപ്പോൾ ഹിന്ദിക്കാരല്ല വരുന്നത്. പ്രത്യേകിച്ച് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൊരിയും കരിമ്പുമാണല്ലോ പ്രധാന ആളുകൾക്ക് ഇതാവുന്നത്. എത്ര പൊരി വിൽപ്പനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം? ഇവിടെ ഇത്തവണ ഒരുപാടാണ്, കച്ചവടക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മുടെ കേരളക്കാരല്ലാതെ വെളിനാട്ടുകാരാണ് ഒരുപാട് ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. പൊരി വിൽപ്പനക്കാരും ഞങ്ങൾ കേരളക്കാർ മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടുകാരൊന്നും ഇങ്ങോട്ട് വരില്ല. നമ്മൾ പറഞ്ഞാൽ ഒറ്റപ്പാലം, ലക്കിടി, പിന്നെ കൊല്ലംകോട്, കൊടുവായൂർ, പഴയന്നൂർ, കല്ലേപ്പാടം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. പൊരിക്ക് പുറമെ ഇത്തരം തേരുമിഠായികൾ, അതെ തിരിമിഠായി, പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രാഹ്മൺസിന് വേണ്ടി പണ്ട് മുതലുള്ള ജൗ മിഠായി ഇത് വളരെ അതെ ഇത് സ്കൂൾ കുട്ടികൾക്ക്, കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ആഹ്ലാദകരമാണ്. മാത്രം അമേരിക്ക, ജർമ്മനി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന തമിഴ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ, അവരുടെ മക്കൾ, അവരൊക്കെ തന്നെ ഏറ്റവും ഉയർന്ന പിന്നെ തലത്തിൽ ജോലി ചെയ്യുന്നവർ കുടുംബസമേതം വരുമ്പോൾ അവർക്ക് അവരുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരിടത്തും ഇല്ലാത്ത തേരുമിഠായി കൽപ്പാത്തി രഥോത്സവത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള തേരുമിഠായികളാണ് ഇതെല്ലാം. ഈ തേരുമിഠായി എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഞങ്ങളിത് മറ്റേ പട്ടഞ്ചേരി പണ്ടാര മിഠായി എന്ന് പറയും. അതിന് തിരുമിഠായി പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാമവാസികൾക്ക് വെളിനാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ വലിയ കാര്യമാണ്. വാങ്ങിക്കാറുണ്ടോ? പ്രത്യേകിച്ച് വാങ്ങിക്കാറുണ്ട്, എല്ലാവരും പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ഈ വഴിയോര കച്ചവടക്കാർ വരുമ്പോൾ തന്നെ ഈ പ്രത്യേകിച്ച് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒരു പരമ്പരാഗതമായ രീതിയാണ് പ്രത്യേകിച്ച് തേരുമിഠായും ഒക്കെ പിന്നെ വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നത്. ഇത് കൽപ്പാത്തി ജംഗ്ഷനാണ്, ഇവിടെയാണ് ഈ രഥങ്ങൾ മുഴുവൻ പിന്നെ സംഗമിക്കുന്നത്. മാത്രമല്ല ഇതിലൂടെ പ്രത്യേകിച്ച് വ്യാപാര നോക്കൂ പുതിയ ഓരോ ഉൽപ്പന്നങ്ങളാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇതുമായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ വിൽപ്പനക്കാർ, ഇതൊക്കെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അല്ലേ? എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? എവിടെ നിന്നാണ്? കൊടകര. എന്താ അതിൻ്റെ പേരൊക്കെ എന്താണ്? എങ്ങനെയാണ്? ഇതിൻ്റെ ഡോറുണ്ട്, കോഴിയുണ്ട്, പിന്നെ പട്ടിയുണ്ട്, പിന്നെ മയിലുണ്ട്, വിമാനമുണ്ട്, വിമാനം 3-4 സൈസുണ്ട്, പൂച്ചയുണ്ട്. എത്ര വർഷമായി വരാൻ തുടങ്ങി? കൽപ്പാത്തിയിൽ ഞാൻ കൊല്ലം ആദ്യമായിട്ട് വേറെ ആളാണ് കൂട്ടിയാൽ നല്ല വിൽപ്പന ഉണ്ടാവും അല്ലേ? നല്ല പ്രതീക്ഷയാണ്. വിൽപ്പന കുറവാണ്. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എന്തായാലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള മയിലും പൂച്ചയും ഒക്കെ ഉൾപ്പെടെയുള്ള ഓരോ സംവിധാനങ്ങൾ കാണിച്ചത് ആകർഷിക്കുന്ന തരത്തിൽ കൽപ്പാത്തിയെ പിന്നെ ധന്യമാക്കുകയാണ്. മാത്രമല്ല ഈയൊരു സ്ഥലത്താണ് ഇത്തവണ ഒരുപാട് സ്റ്റാളുകൾ പിന്നെ ഈ പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ ഒരുപാട് സ്റ്റാൾ, അതുപോലെ തന്നെ ലിബർട്ടി രഥോത്സവ ആശംസകൾ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാളുകൾ ഇവിടെയുണ്ട്. നമുക്ക് ചോദിക്കാം, എന്താണ്
ലിബർട്ടി ചന്ദനത്തിരികളാണ്. അഗർബത്തിയാണ്, വേൾഡ് ഫേമസ് ചന്ദനത്തിരിയാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ലിബർട്ടി കമ്പനിയാണ്, ബാംഗ്ലൂരാണ് ആസ്ഥാനമുള്ളത്. എറണാകുളത്താണ് ഞങ്ങളുടെ ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ വൈസാണ് നമ്മൾ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിബർട്ടിയുടെ എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്റ്റിക്ക്, ബ്ലാക്ക് സ്റ്റിക്ക്, ബ്ലൂ സ്റ്റിക്ക് എന്നിവയുള്ള ചന്ദനത്തിരികളാണ്. നല്ല ചന്ദനത്തിരികളാണ്, ജനങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്ന ചന്ദനത്തിരിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൽപ്പാത്തിയിൽ നമ്മളൊരു സ്റ്റാൾ ഇടുന്നത്. വമ്പിച്ച സ്വീകരണമാണ് ഇവിടെ ലഭിക്കുന്നത്. ജനങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, രഥോത്സവാശംസകൾ അറിയിച്ചു കൊടുക്കുന്നു. തീർച്ചയായിട്ടും ലിബർട്ടിയുടെ ഗ്രൂപ്പിൻ്റെ ആളുകൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളും ഇവിടെ പിന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം വിൽപ്പനക്കാർ എത്ര ദിവസമായി വന്നിട്ട് ഇവിടെ? ബുധനാഴ്ച വന്നതാണ്. എവിടെ വീട് എവിടെയാ? തൃശ്ശൂർ കൊടകര. ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാ, ചൈനയിൽ നിന്ന് വരുന്നതാ, മദ്രാസിൽ വരും. നാളെയും ഇന്നും വൈകിട്ട് നാളെയൊക്കെയാണല്ലോ വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നിന്നാണ് ഇത്തരം ഗ്രൂപ്പുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ അഗർബത്തികൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഇങ്ങോട്ട് പോകാം. കാരണം വെച്ചാൽ ബാഗുകളുടെ, കാരണം വെച്ചാൽ ഇത് വിൽപ്പനക്കാരാണ്. പിന്നെ എവിടെ നിന്നാണ്? हिंदी दे रही है 200 रुपये बाकी. എന്തായാലും ഹിന്ദിക്കാരാണ് ഓരോ ഭാഗത്തു നിന്ന്, ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ബോംബെ ബേസ്ഡായിട്ടുള്ള ഹിന്ദിക്കാരാണ് കൽപ്പാത്തി രഥോത്സവത്തിന് ഇത്തരം ബാഗുകളുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഓരോ പ്രത്യേകിച്ച് നല്ല മോഡലിലുള്ള ബാഗുകളാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഇവിടെ എത്തുന്ന തമിഴ് ബ്രാഹ്മണർക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഏറെ ആകർഷിക്കുന്ന തരത്തിൽ ബോംബെയിൽ നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരാണ് ഇവിടെ സ്റ്റോൾ എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു കേരളത്തിൻ്റെ ഒരു പിന്നെ ഉത്സവമായിട്ട് വരുമ്പോൾ തന്നെ മറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയാണ്. ഇതിൻ്റെ വ്യാപാര കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് പോപ്കോൺ കച്ചവടക്കാർ, അതുപോലെ തന്നെ ഹൽവ വിൽപ്പനക്കാർ. ഒരുപക്ഷെ ഈ കൽപ്പാത്തി രഥോത്സവത്തിന് ഏറ്റവും കൂടുതൽ ഹൽവയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കാരണം വെച്ചാൽ വ്യത്യസ്ത കരിമ്പും പൊരിയും ഹൽവയും വാങ്ങിച്ചിട്ട് പോവുക എന്നത് ഒരു ആചാരമാണ്. നമുക്ക് ചോദിക്കാം, എത്ര ദിവസമായി? കഴിഞ്ഞ ഞായറാഴ്ച വന്നതാണ്. എത്ര വർഷമായി കൽപ്പാത്തി രഥോത്സവത്തിന്? കുറേ 10-20 വർഷം മേലാവും. എങ്ങനെയാണ്, എന്തെല്ലാമാണ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ പൊരി, അലുവ, തേൻചാമ്പഴം, പൊരി, അലുവ, തേൻചാമ്പഴം, മുട്ടായി, പിന്നെ മുറുക്ക്, പൊരിയുണ്ട, അങ്ങനെയുള്ള സാധനങ്ങൾ, കരിമ്പുകളൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട്. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇതിൻ്റെ ഇവിടേക്കായി വലിയ സ്ഥലം വേണ്ടി വടക്കഞ്ചേരി. 20 വർഷമായി. തേനീച്ചമ്പഴം അത് കൊല്ലം കൊണ്ട് നടക്കുന്നതാണ്. കൊല്ലം കൊണ്ട് എന്തായാലും ഇത് ഈ കൽപ്പാത്തി രഥോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്വീറ്റ്സ് വിൽപ്പനക്കാർ, അതോടൊപ്പം തന്നെ കൽച്ചട്ടി ഉണ്ടാക്കുന്ന ആളുകൾ, ഇവിടെ കൽച്ചട്ടി തെരുവുകൾ പക്ഷേ എവിടെ നിന്നാണ് വന്നതൊക്കെ? എവിടെ നിന്നാണ്? വർഷമായിട്ട് ഇവിടെ വരാൻ തുടങ്ങി? 4 വർഷമായിട്ട്. ഇത് എവിടെ നിന്നാണ് ഇത് കല്ലൊക്കെ കൊണ്ടുവരുന്നത്? സേലത്തു നിന്നാണ് ഇത്തരം പിന്നെ ചട്ടികൾ കൊണ്ടുവരുന്നത്. ഇത് കൽച്ചട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് നമ്മുടെ സാധാരണ ചട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. കാരണം വെച്ചാൽ ഇത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിരോധിതമായിട്ടുള്ള അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അത്തരം പാത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ തന്നെ പരമ്പരാഗതമായ രീതിയിൽ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള കൽച്ചട്ടികളാണ് ഇത്. ഇത്തരം കൽച്ചട്ടി വിൽപ്പനക്കാർ ഒരു കാലഘട്ടത്തിൽ കൽപ്പാത്തി മുഴുവൻ നിറഞ്ഞിരുന്നു. മാത്രമല്ല ഇത് ഒരു വർഷത്തെ ഇത് കറികളും മറ്റുമൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഇത് വയസ്സായ ആളുകൾക്ക്, പ്രത്യേകിച്ച് വെറ്റില മുറുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണ് ഇവിടെ കൽച്ചട്ടിയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഓരോ ഭരണികൾ. എവിടെ നിന്നാണ്? സേലം. എത്ര വർഷമായിട്ട് ഇവിടെ വരാം? 5-6 വർഷമായിട്ട്. ഇതെല്ലാമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഭരണി, കൽച്ചട്ടി, ദോശക്കല്ല്, അപ്പക്കാറ് എല്ലാം ആൾക്കാർ നന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്. തമിഴ്നാട്, സേലം. തീർച്ചയായും സേലത്തിൽ നിന്നാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കൽച്ചട്ടിയും ഒക്കെ കൊണ്ടുവരുന്നത്. ഇത് ഇവിടെ എത്തുന്ന ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നു. ഇത്തരം ഭരണികൾ
ഇത് ഒരുപക്ഷെ ഈ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നു എന്നാണ് ഇത്തരം ഒരു ഭരണികളുടെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രേക്ഷകർ ഈ കാണുന്നത് പോലെ തന്നെ വളരെ നല്ല ഡിസൈനുകളിൽ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ കൽപ്പാത്തി രഥോത്സവം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരം വിൽപ്പനക്കാരാണ് ഇവിടെ എത്താറുള്ളത്. മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ച് ഹൽവ വിൽപ്പനക്കാർ, അതുപോലെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു യാത്ര പോലെയാണ്. കാരണം ഇത് പിന്നെ ഈ കൽപ്പാത്തിയുടെ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ രണ്ട് സൈഡ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ ഒരു വ്യാപാര ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് പോലെ. പിന്നെ ഇവിടെ കൽപ്പാത്തിയിലെത്തുന്ന ആളുകൾക്ക് തേരുകടകൾ, ഇപ്പോൾ കുണ്ടമലത്തിനകത്ത് തേരുകടകളുണ്ട്, പക്ഷേ അതല്ലാതെ ഒരു ഗ്രാമം മുഴുവൻ രണ്ട് സൈഡും നിറഞ്ഞു നിൽക്കുന്ന ആ തേരുകടകളാണ് പ്രേക്ഷകർ കാണുന്നത്. കാരണം ഇത്തരം തേരുകടകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ വരുന്നുണ്ട്. മാത്രമല്ല മാല, അതുപോലെ കമ്മലുകൾ എല്ലാം തന്നെ വരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം. ഞാൻ കൊടുവായിരുന്നു. എത്ര വർഷമായിട്ട് രഥോത്സവത്തിന് വരാൻ? 14 വർഷമായി. എന്തൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ? വള, മാല, കമ്മൽ, കിൾപ്പുകൾ എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പുതിയ ഡിസൈനുകളിൽ പുതിയ വെറൈറ്റികൾ കൊണ്ടുവന്നു. എന്തായാലും പുതിയ വെറൈറ്റികളിൽ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്തരം കച്ചവടക്കാർ, വീട്ടമ്മമാർ എല്ലാം തന്നെ സ്ത്രീകളെയൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളത്. മാത്രമല്ല മാല, കമ്മൽ ഉൾപ്പെടെ പുതിയ പുതിയ ഡിസൈനുകളിലുള്ള സംഭവങ്ങളാണ് ആളുകളെ ഏറെ ആകർഷിക്കുന്നത്. ഇത് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം സ്റ്റാളുകൾ നമുക്ക് ഉണ്ടാവും. കാരണം എവിടെ നിന്നാണ്? തൃശ്ശൂർ. എത്ര വർഷമായി ഇവിടെ? 20 കൊല്ലം. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? വളകൾ, മാല, ലേഡീസ് ആൻഡ് ഫാൻസി ഐറ്റംസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന മധുര, മദ്രാസ്, എറണാകുളം അതൊക്കെ വാങ്ങിച്ച് സപ്ലൈ ചെയ്ത് അങ്ങനെ തമിഴ്നാട്ടിൽ. തീർച്ചയായിട്ടും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരം പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഓരോ വർഷവും വളരെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അതിനേക്കാൾ ഉപരി ഇപ്പോൾ നമുക്ക് വീട്ടിന് വേണ്ട കത്തികൾ, വ്യത്യസ്തമായ കത്തികളും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ചീനിച്ചട്ടികൾ ഒക്കെ ഉണ്ട്. എവിടെ നിന്നാണ്? എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടികളാണ്. ഈ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കോട്ടിങ് ഇതൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ കോട്ടിങ് ഒന്നും കെമിക്കലൊന്നുമില്ല, നാടൻ ടേസ്റ്റ് ആയിട്ടുണ്ടാകും. അതിനുള്ളതാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇരുമ്പിലേക്ക് മാറാൻ തുടങ്ങി. എത്ര വർഷമായി ഇവിടെ വരാൻ? ഇവിടെ വന്നിട്ടൊരു 10 വർഷത്തിൻ്റെ മേലെ ആവും. ആളുകളൊക്കെ ഇരുമ്പ് ചട്ടികളൊക്കെ വാങ്ങി തിരഞ്ഞു വരുന്നുണ്ട്. ഇരുമ്പ് ചട്ടി നമ്മുടെ വാങ്ങിക്കാനായിട്ട് വരാറുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഇരുമ്പ് ചട്ടികളും ഒക്കെ വ്യത്യസ്തമായ ദോശക്കല്ലുകളും ഒക്കെ തന്നെ. കാരണം പഴയ കാലത്തെ രീതിയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത്. തീർച്ചയായിട്ടും ഓരോ ബാഗ് കടകൾ, അതുപോലെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വാച്ചിൻ്റെ ഷോറൂമുകൾ. കാരണം വരുന്ന ആളുകൾക്ക് ഒരു കടയിൽ പോവാതെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. പിന്നെ മാത്രമല്ല സ്വീറ്റ്സ്, അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കട കൂടിയാണിത്. ഏതെടുത്താലും 20 രൂപ എന്നുള്ള ടൈപ്പിൽ നോക്കൂ, വ്യത്യസ്തമായ സ്വീറ്റ്സാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ പഴയ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പഴയ മിഠായികൾ എല്ലാം തന്നെ വളരെ നാരങ്ങ മിഠായി, അങ്ങനെ ജീരക മിഠായി ഉൾപ്പെടെ ഇത് വെച്ചാൽ നമ്മുടെ പ്രധാന കടകളിൽ നിന്നൊക്കെ പോയിട്ടുള്ള മിഠായികൾ ഇത് കൽപ്പാത്തി രഥോത്സവത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന മിഠായികളാണ്. കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഇത്ര ചെറിയ മിഠായികളൊക്കെ ഇതിവിടെ എത്തുന്ന കുട്ടികളെയൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ്. ഈ സ്വീറ്റ്സിന് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റോളാണ് ഇത്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമസ്കാരമാണ്. ഇത് ചൈനീസ് ബോളാണ്. ഒരു പക്ഷേ ഈ ബോള് പിന്നെ ഇത് സ്വാഭാവികമായിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ആരെയും തന്നെ ആകർഷിക്കുന്ന തരത്തിൽ. കാരണം ഇതൊരു ഇങ്ങനെ നമ്മൾ കുട്ടികളാവുന്ന ആളുകളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം പകരുന്ന ചൈനീസ് ബോൾ കൽപ്പാത്തിയിലെത്തുന്ന പിന്നെ കുട്ടികൾക്ക്. കാരണം വെച്ചാൽ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുമ്പോൾ ചൈനീസ് ബോളാണ്. ഒന്ന് ആക്കണം, നിങ്ങളുടെ ആക്കിക്കണം. എവിടെ നിന്നാണോ വരുന്നതൊക്കെ? ചൈനാബാദ് 10 രൂപ. അതെവിടെ നിന്ന്? അണ്ണൻ എവിടെ നിന്നാണ് വരുന്നത്? വീടൊക്കെ തിരുച്ചി ഉണ്ട്. തിരുച്ചി. എത്ര വർഷമായിട്ട് വരാൻ തുടങ്ങിയിട്ട്? 30 വർഷമായി. 30 വർഷം. 30 കൊല്ലമായിട്ട് വരുന്നുണ്ട്. എന്താണ് ചൈനീസ് ബോൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇവിടെയൊക്കെ ചൈന പോലെ. ഇത് എവിടെ നിന്നാണ് എടുക്കുന്നതൊക്കെ? മാർക്കറ്റിൽ നിന്ന് എവിടെ നിന്നാണ്? മാർക്കറ്റ് തിരുച്ചി മാർക്കറ്റ്. തിരിച്ച് തന്നെ ഉണ്ടാക്കാണ് അവിടെ അല്ലേ? ടൗൺ. തീർച്ചയായിട്ടും ഇത് ചൈനീസ് ബോൾ ഇപ്പോൾ ഇത് കണ്ടതുപോലെ സ്വാഭാവികമായിട്ടും
കൽപ്പാത്തി രഥോത്സവത്തിനെത്തുന്ന കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ചൈനീസ് ബോൾ. കാരണം വെച്ചാൽ ഇത് വളരെ പിന്നെ ആകർഷിക്കുമ്പോൾ തന്നെ ഇത് പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ ചൈനീസ് ഉൽപ്പന്നമാണെങ്കിലും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണിത് കൊണ്ടുവരുന്നത്. നമുക്ക് ഇവിടേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗ്ലാസുകളും വ്യാപാരം. അതെന്തായാലും ഓരോരോ പിന്നെ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ സിംഹത്തിൻ്റെയും ഒക്കെ പ്രേക്ഷകർ കാണുന്ന പോലെ ഇത്തരം കളിപ്പാട്ടങ്ങൾ, അതുപോലെ മറ്റേ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സന്യാസി വര്യന്മാരുടെയൊക്കെ ചിത്രങ്ങൾ. അങ്ങനെ എവിടെ നിന്നാണ് അമ്മ വരുന്നതൊക്കെ? ഓക്കെ ഓക്കെ. എത്ര ദിവസമായിട്ട് വന്നിട്ട്? ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതൊക്കെ? ഇതൊക്കെ എത്ര വർഷമായി കൽപ്പാത്തി രഥോത്സവം? 20 വർഷം ആവുന്നു സ്വാമി വന്ന്. ആണാ 3-4 വർഷം ആവണല്ലേ കണ്ണു പോയി. ഇത് ഗ്ലാസുകൾ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ? ഇത് വ്യാപാരത്തിൽ വന്ന ജോലി. ഇത് ചായ ഗ്ലാസുകൾ, അതുപോലെ തന്നെ ഇതൊക്കെ വളരെ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ, കാരണം വെച്ചാൽ അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അത് ഓരോ നല്ല ഡിസൈനുകളുള്ള സാധനങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഇവിടെ കിട്ടാൻ വളരെ എന്താ പറയുക, വളരെ റെയറായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകളെയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പിന്നെ സംബന്ധിച്ച മോതിരത്തിന് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റോളാണിത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള മോതിരങ്ങൾ, കാരണം വെച്ചാൽ ഈ മോതിരം ആവശ്യമുള്ളവർ കൃത്യമായിട്ട് ഇവിടെ വന്ന് ഇതാക്കാം മോതിരം. അതുപോലെ തന്നെ ഈ മാലകളും അതുപോലെ തന്നെ കൈ റിങ്ങുകളൊക്കെ പിന്നെ ഉള്ള അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൾ കൂടിയാണിത്. ഇപ്പോൾ ഈ പ്രേക്ഷകരെ കാണുന്ന പോലെ തന്നെ ഇത് കാരണം വെച്ചാൽ ഇത്തരം ഭരണികളും ഗ്ലാസുകളും നമ്മുടെ ഒരു വീടിന് എന്തൊക്കെ ആവശ്യമുണ്ട് അത് മുഴുവൻ പിന്നെ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അത്തരം ഒരു ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരാറുമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് വളരെ വിശാലമായിട്ടുള്ള ഇതാണ്. കാരണം വെച്ചാൽ എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ മനോഹരമായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണ് എന്നാ വരുന്നത്? എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതൊക്കെ? എവിടെ നിന്ന്? എറണാകുളം, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ ഈ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് പ്ലേറ്റുകൾ, ഇപ്പോൾ നമ്മൾ പ്ലേറ്റുകൾ കാണാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്ലേറ്റുകൾ, ചെല്ലടകൾ ഒക്കെ തന്നെ. ഇത് ഇഡലിയാണ്, അതെന്താ? ചായ ഇത് വെക്കുന്നൊരു സാധനമാണ്, പ്ലേറ്റുകളാണ്. വർഷമായി കൽപ്പാത്തിയിൽ വരാൻ? 27 വർഷമായി. എന്തൊക്കെ ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതൊക്കെ? പ്ലേറ്റ്, പ്ലാസ്റ്റിക് പ്ലേറ്റ്, ട്രേ തട്ട്, മൗസലി സലഡ്, ചല്ലട ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പഴയ രീതിയിലുള്ള ചല്ലടയ്ക്ക് വ്യത്യസ്തമായിട്ട് പുതിയ രീതിയിലുള്ള ചല്ലടകളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ കുടുംബശ്രീക്കാർ, ഇപ്പോൾ നമുക്ക് ആ കുടുംബശ്രീയിലേക്ക് പോകാം. കാരണം കുടുംബശ്രീക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ കൽപ്പാത്തി രഥോത്സവം നടക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ കുടുംബശ്രീയുടെ യൂണിറ്റുകൾ വളരെ സജീവമായിട്ട് പിന്നെ മുന്നിലുണ്ട്. കുടുംബശ്രീയുടെ നമ്മൾ ഏത് ഇതാണ് നമ്മൾ ഏത് കുടുംബശ്രീയിലത്തെയാണ്. നോർത്ത് CDS ആണ്. 52-ാം വാർഡ് ഒലവക്കോട് സ്നേഹം അയൽക്കൂട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉൽപ്പന്നം കൊണ്ടുവന്നത് ഞങ്ങൾ ഫാൻസി ബാഗുകളുണ്ട്, മാല, വള, കമ്മൽ, എല്ലാവിധ ഹാൻഡിക്രാഫ്റ്റും ഉണ്ട്. ഉണ്ടാക്കുന്നതുണ്ട്, ബീഡ്സ് വർക്കുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാണ്ടുള്ളത് ജൂട്ട് ബാഗൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരുന്നതാണ്. ജൂട്ട് അല്ലേ? നമ്മൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 5 പേര് ചേർന്നിട്ടാണ് ഇതിൽ ചെയ്യണത്. 10-13 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രഥോത്സവത്തിന് 13 വർഷമായിട്ട്. ഞങ്ങൾ 7 വർഷമായിട്ട് കൽപ്പാത്തി. നമ്മുടെ അല്ലാണ്ട് വേറെ എല്ലാവിടെയും ഞങ്ങൾ പോവാറുണ്ട് കുടുംബശ്രീയുടെ പരിപാടിക്കായിട്ട്. എന്തായാലും നമ്മുടെ കുടുംബശ്രീക്കാരുടെ നല്ലൊരു ഗ്രൂപ്പ് തന്നെ. കാരണം വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അതിനുള്ളൊരു പിന്നെ വേദി കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രഥം കടന്നു വരുന്ന ഒരു വഴിയാണിത്. വഴിയുടെ ഇതിനകത്ത് ഈ 2 വശത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് നടുവിലൂടെയാണ് രഥം കടന്നു വരുന്നത്. നമസ്കാരം. ഇപ്പോൾ ഇത് മുഴുവൻ നമ്മുടെ എവിടെ നിന്നാണ്? ഈറോഡ്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ? ഇത്
ഇത് പിത്തള വിളക്ക്, കുബേരൻ ചില തട്ട്, കറണ്ടി എല്ലാം കൊണ്ടുവരും. കുങ്കുമച്ചിമിഴ് അല്ലേ? ആ അതെ അതെ അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇത് മുഴുവൻ പിച്ചളയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഉൽപ്പന്നങ്ങളാണ് കാണിച്ചത്. ഇതും ആളുകളെ ആകർഷിക്കുന്നു. കുങ്കുമച്ചിമിഴ്, അതുപോലെ ദൈവത്തിൻ്റെ രൂപങ്ങൾ, ബിംബങ്ങൾ എല്ലാം തന്നെ ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്.